കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും പ്രതികാര നടപടികളുമായി രംഗത്തെത്തും. കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ബി.സി.മാരെ പിരിച്ചുവിട്ടുകൊണ്ട് ഗവർണർ സർക്കാരിനെതിരെ വീണ്ടും കൊമ്പ് കോർക്കാനുള്ള നീക്കവുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ ഫെബ്രുവരി ആദ്യവാരം തന്നെ ബി.സി.മാരെ പിരിച്ചുവിടും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഗവർണർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നത് ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഗവർണർ ഇത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട് ബി.സി.മാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഹൈക്കോടതി കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗവർണർ ബി.സി.മാരെ പിരിച്ചുവിടുകയാണെങ്കിൽ പിരിച്ചുവിട്ട ശേഷം 10 ദിവസത്തേക്ക് നടപടികളൊന്നും എടുക്കാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണെങ്കിൽ ബി.സി.മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനും മേൽക്കോടതികളെ സമീപിച്ചുകൊണ്ട് ഈ ഒരു ഗവർണറുടെ നീക്കത്തിനെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സാവകാശം കിട്ടും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഗവർണർക്ക് ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചുകൊണ്ട് ഇത്തരത്തിൽ ബി.സി.മാരെ പിരിച്ചുവിടാൻ കഴിയില്ല. അതിന് എല്ലാവിധ സാധ്യതകളെയും പരിശോധിച്ചുകൊണ്ട് മാത്രമേ അങ്ങനെ ഒരു നീക്കം നടത്താൻ പാടുള്ളൂ. അതുകൊണ്ട് തിടുക്കപ്പെട്ടൊരു വിധി ഉണ്ടാക്കാൻ പാടില്ല എന്നുകൂടിയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അതിൽ കോടതി ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് UGCയുടെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ച് വേണം നടപടി എടുക്കാൻ ഈ ബി.സി.മാർക്കെതിരെ എന്ന കാര്യമാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത്, അങ്ങനെ ഒരു നടപടി എടുക്കാൻ ഗവർണർ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഗവർണർ കൂടിയായ വൈസ് ചാൻസലർ ആലോചിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ഇവരുടെ അഭിപ്രായം കേൾക്കണം. ഈ അഭിപ്രായത്തിൽ എന്താണ് ഇവർക്ക് പറയാനുള്ളത്, ഈ കാരണം കാണിക്കൽ നോട്ടീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് കൃത്യമായി കേൾക്കണം. അവരുടെ വാദം കൂടി കേട്ടിട്ട ശേഷം മാത്രമേ തീരുമാനം എടുക്കാവൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഗവർണർ ഇത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് ബി.സി.മാർക്ക് അയക്കാനുണ്ടായ പ്രധാനപ്പെട്ട സാഹചര്യം KTU VC ആയിരുന്ന ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം നടപടിക്രമം പാലിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അവരെ പിരിച്ചുവിട്ടിരുന്നു. അത് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ മറ്റു VC-മാർ കത്തയച്ചിരുന്നത്. അപ്പോൾ ഡോക്ടർ രാജശ്രീയുടെ കാര്യത്തിൽ ഉണ്ടായ ആ ഒരു വിധി അത് എല്ലാ സർവകലാശാലയ്ക്കും അത് ബാധകം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ മറ്റു VC-മാരുടെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാവൂ എന്ന് ഗവർണർക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശവും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഗവർണർക്ക് ഒരു പക്ഷേ തന്റെ വാശിപ്പുറത്ത് ഈ VC-മാരെ വേണമെങ്കിൽ പിരിച്ചുവിടാം. പക്ഷേ അതുകൊണ്ട് നേട്ടമുണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് UGC മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ VC-മാരുടെ നിയമനമെങ്കിൽ അത് ഗവർണർക്ക് തിരിച്ചടിയാവും. ഗവർണർ പിന്നീട് ആ ഉത്തരവ് തിരുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് ഗവർണർ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പോലും നടപടിക്രമങ്ങളിലേക്ക് പോകരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി പറഞ്ഞ മറ്റൊരു കാര്യങ്ങളുണ്ട്. VC-മാരുടെ ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി 6 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണം എന്ന് ഗവർണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഇനി വലിച്ചു നീട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഗവർണർ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ VC-മാരെ വ്യക്തമായി കേൾക്കണം, അവരുടെ അഭിപ്രായം കേൾക്കണം. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ. അങ്ങനെ തീരുമാനമെടുത്താൽ തന്നെ VC-മാരെ പുറത്താക്കാനുള്ള തീരുമാനമാണ് ഗവർണർ എടുക്കുന്നെങ്കിൽ അതിന് 10 ദിവസം സാവകാശം കൂടി നൽകണം എന്ന കാര്യവും കൂടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സിലിരിപ്പ് അത്ര പെട്ടെന്ന് ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോയാൽ പോലും പിന്നീട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊരു വിമർശനം ഉണ്ടായാൽ ഗവർണർക്ക് അത് താങ്ങാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ഗവർണർ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് വേണം നമുക്ക് കരുതാൻ. അതുമാത്രവുമല്ല, ഈ കാരണം കാണിക്കൽ നോട്ടീസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ VC-മാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ കാരണം കാണിക്കൽ നോട്ടീസിന് തൽക്കാലം മറുപടി കൊടുക്കേണ്ട, അതുമായി ബന്ധപ്പെട്ട് സ്റ്റേ ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്തിമ വിധിയിലേക്ക് വന്നിരിക്കുന്നത്. അന്തിമ വിധി ഗവർണർ എടുക്കുന്ന സമയത്ത് അതിൽ നിഷ്പക്ഷമായിരിക്കണം. നേരത്തെ VC-മാരെ തന്നെ കേട്ട് നേരിട്ട് VC-മാരെ കേൾക്കണം. അവരുമായി ബന്ധപ്പെട്ട UGCയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി പരിശോധിക്കണം എന്നുകൂടിയാണ് ഗവർണറോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഗവർണർ മറക്കും, ഗവർണർ VC-മാരെ പുറത്താക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്ര വാശിയിലാണ് ഗവർണർ ഇപ്പോൾ ഉള്ളത്. ആ വാശിപ്പുറത്ത് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്താൽ അത് അദ്ദേഹത്തിന് തന്നെ തലവേദനയായി മാറാനുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചാൻസലറുടെ നോട്ടീസ് ലഭിച്ചവരിൽ കാലിക്കറ്റ് ഡിജിറ്റൽ ഓപ്പൺ സംസ്കൃത സർവകലാശാല VC-മാർ മാത്രമാണ് ഇപ്പോൾ പദവിയിൽ തുടരുന്നത്. കാലിക്കറ്റ് സംസ്കൃത ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല VC-മാരുടെ നിയമനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ 6 ആഴ്ചയ്ക്ക് ശേഷം വാദം തുടരുമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാകില്ല. അതേസമയം കാലിക്കറ്റ് ഡിജിറ്റൽ ഓപ്പൺ സംസ്കൃത സർവകലാശാല VC-മാരുടെ കാര്യത്തിൽ ഒരു പക്ഷേ അതിവേഗം തീരുമാനമുണ്ടാക്കി അവരെ ഒരു പക്ഷേ ഗവർണർ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട്
ഗവർണർ ഏതറ്റം വരെ പോയി കളിക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മറിച്ചൊരു വിധി പ്രതീക്ഷിക്കേണ്ട VC-മാരെ പുറത്താക്കുക തന്നെയായിരിക്കും ചെയ്യുക. പക്ഷേ അത് അത്ര എളുപ്പമായിരിക്കില്ല. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ ഗവർണർക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് വിഷയത്തിൽ വളരെ സമാധാനമായ ഒരു തീരുമാനമായിരിക്കും ഗവർണർ എടുക്കുക. സർക്കാരുമായി പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഗവർണറുടെ ഭാഗത്തുണ്ടാകും. അതുകൊണ്ട് VC-മാരെ പുറത്താക്കുന്ന നടപടി അത്ര എളുപ്പമായിരിക്കില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്.